എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖായിരിക്കുന്നു എന്ന് കരുതുന്നു. ഇന്നത്തെ റെസിപ്പി പച്ചമാങ്ങ കൊണ്ട് തയ്യാറാക്കിയെടുത്ത കറിയാണ്. ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട ഈ ഒരു കറി തയ്യാറാക്കിയെടുക്കാനായിട്ട്. അതുപോലെ തന്നെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കുകയും ചെയ്യാം. ഇന്നത്തെ കറി നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത് ഒരൊറ്റ പച്ചമാങ്ങ കൊണ്ടാണ്. അപ്പോൾ മാങ്ങ നമ്മൾക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഇന്ന് മാങ്ങയുടെ തൊണ്ടൊന്നും കളയുന്നില്ല കേട്ടോ. ഇനി നിങ്ങൾക്ക് തൊണ്ട് കളഞ്ഞിട്ട് കട്ട് ചെയ്യണമെന്ന് വെച്ചാൽ അങ്ങനെയാവാം. മാങ്ങ ഞാൻ നല്ലപോലെ കഴുകിയെടുത്തിട്ടുണ്ട്. ചില മാങ്ങയുടെ തൊണ്ടിന് നല്ല കട്ടിയുണ്ടാവും. അങ്ങനെയുള്ള മാങ്ങയാണെങ്കിൽ മാത്രം തൊണ്ട് കളയേണ്ട ആവശ്യമുള്ളൂ. നമ്മൾക്കിത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇത് അരിഞ്ഞെടുക്കണം. അപ്പോൾ തീരെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിയേണ്ട ആവശ്യമൊന്നുമില്ല. മാങ്ങ നമുക്ക് വളരെ എളുപ്പത്തിൽ വെന്ത് കിട്ടുന്നതാണ്. അപ്പോൾ ഞാൻ അരിഞ്ഞു കൊടുക്കുന്നത് ഈ ഒരു വലുപ്പത്തിലാണ് അരിഞ്ഞെടുക്കുന്നത് കേട്ടോ. ഈ സമയത്ത് നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് തരണേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് വയ്ക്കാനും മറന്നു പോരുത് കേട്ടോ. അപ്പോൾ മാങ്ങ ഇതുപോലെ ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിനകത്തേക്ക് ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ അത്യാവശ്യം എരിവുള്ളതായതുകൊണ്ട് ഞാൻ ഒരു പച്ചമുളക് എടുത്തിട്ടുള്ളൂ. അതൊന്ന് നെടുവേത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് മാങ്ങ വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൊടുക്കുക. ഒരുപാട് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. മാങ്ങയാണ് വളരെ എളുപ്പത്തിൽ നമുക്ക് വെന്ത് കിട്ടും. ഞാൻ സ്റ്റൗ ഓൺ ചെയ്തിട്ട് മൺചട്ടി സ്റ്റൗവിനകത്തേക്ക് ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തീ സമയത്ത് ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കുക. ഇനി നമ്മൾക്ക് ഇതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് അവിടെ ഇരുന്ന് വേവുന്ന സമയം കൊണ്ട് നമ്മൾക്ക് ഇതിനകത്തേക്കുള്ള അരപ്പൊന്ന് റെഡിയാക്കി എടുക്കാം. അരപ്പ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് കുറച്ച് നാളികേരം ചേർത്ത് കൊടുക്കുക. നാളികേരം ഞാൻ ഈ ഒരു ബൗളിന് 3/4 ബൗളോളം നാളികേരമാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിനകത്തേക്ക് ഒരു പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇതിനകത്തേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. ഇനി 2 ചെറിയുള്ളി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിനകത്തേക്ക് കുറച്ച് ജീരകം, ചെറിയ ജീരകം ഉണ്ടല്ലോ, അതാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/4 ടീസ്പൂൺ ഇല്ല, അതിലും കുറച്ച് താഴെയായിട്ടാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂണിലും താഴെയാണ് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി അതിനകത്തേക്ക് കുറച്ച് കടുകും കൂടെ ചേർത്ത് കൊടുക്കുക. കടുക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കുക. കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കുക. ഈ ഒരു സമയം കൊണ്ട് നമ്മൾ വേവാൻ വച്ചിരിക്കുന്ന മാങ്ങ നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു രീതിയിലായിരിക്കണം മാങ്ങ വേവിച്ചെടുക്കേണ്ടത് കേട്ടോ. ഒരുപാട് അങ്ങോട്ട് വെന്ത് കുഴഞ്ഞു പോകരുത്. ഈ ഒരു രീതിയിൽ കിട്ടണം. ഇനി നമ്മൾക്ക് ഇതിനകത്തേക്ക് അരച്ചു വച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഒഴിച്ചുകറിയാണ് കേട്ടോ ഇത്. അരപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇനി ഇതിനകത്തേക്ക് നമ്മൾക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം. അപ്പോൾ ചേർത്ത് കൊടുക്കുന്ന വെള്ളം ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാം. ഇത് കുറച്ച് കട്ടിയോടുകൂടി തയ്യാറാക്കി കഴിക്കണം വെച്ചാൽ അധികം വെള്ളം ചേർത്ത് കൊടുക്കണ്ട. ഞാൻ മിക്സിയുടെ ജാറിനകത്തേക്ക് കുറച്ച് തിളപ്പിച്ചാറിയ വെള്ളം ചേർത്തിട്ട് അതാണ് ഒഴിച്ചു കൊടുത്തത്. ഇനി നമ്മൾക്കിത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. തീ സമയത്ത് ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കുക കേട്ടോ. ഇനി ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് ഇതിനകത്ത് ഉപ്പില്ലെങ്കിൽ കുറച്ചൊക്കെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ എനിക്ക് കുറച്ച് കുറവായിട്ട് തോന്നി. ഞാൻ ലേശം ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു 4 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ചേർത്ത് കൊടുത്ത നാളികേരത്തിൻ്റെ പച്ച ടേസ്റ്റ് മാറാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതൊരു 4 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കറി ഇവിടെ ഏകദേശം റെഡിയായി കിട്ടിയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നൊരു കറിയാണ് കേട്ടോ. ഈ ഒരു ചൂട് സമയത്ത് മുളക് പൊടിയൊന്നും ചേർക്കാതെ പച്ചമുളകിൽ തയ്യാറാക്കിയെടുത്ത ഈ ഒരു കറി വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ തയ്യാറാക്കി നോക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇനി നമ്മൾക്ക് ഇതിനകത്തേക്കൊന്ന് വറുത്തിടണം. ഞാൻ സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുത്തിട്ട് മൺചട്ടി ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. സ്റ്റൗ ഓൺ ചെയ്ത് പാൻ വെച്ച് വെളിച്ചെണ്ണ, അതുപോലെ തന്നെ അതിനകത്തേക്ക് കടുക്, ഒരു 3-4 ചെറിയുള്ളി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് വറ്റൽമുളകാണ്. അതുപോലെ തന്നെ കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക. ഈ ചെറിയുള്ളി ചേർത്തിട്ട് മൂപ്പിച്ച് നമ്മുടെ കറിയിലേക്ക് ഒഴിക്കുമ്പം കറിക്ക് പ്രത്യേക ഒരു സ്വാദാണ് കേട്ടോ. ഇത് നല്ലപോലെ മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ കറിയുടെ മുകളിലേക്ക് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. നമ്മുടെ പച്ചമാങ്ങ കറി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. സിമ്പിൾ കറിയല്ലേ. തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്ത് കൊടുക്കാനും ഒന്നും മറന്നു പോവില്ലേ. മറ്റൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. താങ്ക്